കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഭരണഘടന നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയുടെ രൂപകൽപ്പനയ്ക്കായി നിയോഗിക്കപ്പെട്ട സമിതിയാണ് ഭരണഘടന നിർമ്മാണ സമിതി. ഈ സമിതി ഒരു ഭരണഘടനാ സഭയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് അന്തിമഘട്ടത്തിൽ നിർണായകമായ ഈ സമിതിയെക്കുറിച്ച് നമുക്ക് സമഗ്രമായി നോക്കാം. രൂപീകരണം 1946 ഡിസംബർ 9 ഭരണഘടനാ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത്. ഏകദേശം 389 അംഗങ്ങളുടെ സമിതിയായിരുന്നു ഇത്. സ്വതന്ത്ര സമര നായകന്മാരുടെയും പ്രഗത്ഭരായ ചിന്തകന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അടങ്ങിയതാണ് ഈ സമിതി. സമിതിയുടെ ആദ്യ യോഗം സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ വഹിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ആദ്യ സമിതിയുടെ അധ്യക്ഷത വഹിച്ചത് സച്ചിദാനന്ദ സിൻഹയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ മിനിയേച്ചർ ഓഫ് ഇന്ത്യ എന്നും കൂടി പറയുന്നു. വിവിധ തരത്തിലുള്ള ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭരണഘടനാ സഭയുടെ ഉദ്ദേശങ്ങൾ ഇന്ത്യക്ക് സമഗ്രവും സമ്പൂർണവുമായ ഒരു ഭരണഘടന ഒരുക്കുക എന്നതും ഇന്ത്യ ഒരു സ്വതന്ത്ര മതേതര ജനാധിപത്യ രാജ്യമായി ഉയർത്തുക, ഓരോ പ്രാദേശിക ഭാഗത്തിനും അവകാശങ്ങൾ ഉറപ്പാക്കുക, അധികാരത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും ശരിയായ വിഭജനത്തിനായി മാർഗരേഖകൾ നിർണ്ണയിക്കുക എന്നിവയായിരുന്നു ഭരണഘടനാ സഭയുടെ ഉദ്ദേശങ്ങൾ. Meaning of Constituent Assembly. Constituent Assembly of India was elected to write the Constitution of India following India's independence from Great Britain. Its members served as the national first parliament. നമ്മുടെ ഒബ്ജക്റ്റീവ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ടു ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടു അപ്രൂവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടു പ്രൊമൾഗേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എ ബോഡി വെൽ ഡിഫൈൻഡ് ലോസ് ടു ഗവേൺ എ സ്റ്റേറ്റ് എന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന് മീനിങ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണം നിർവഹിക്കാനുള്ള നിയമവും അതിൻ്റെ കാര്യങ്ങളുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനുള്ള സ്ലൈഡാണ് ഈ കാണുന്നത്. ക്യാബിനറ്റ് മിഷനാണ് അത് പ്രപ്പോസൽ കൊടുത്തത്. 1946 സാർ സ്റ്റെഫേർഡ് ക്രിപ്സ് അലക്സാണ്ടർ ലോറൻസ് ആണ് അത് ഫോം ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 389 അംഗങ്ങളുണ്ട്. 93 മെമ്പേഴ്സ് പ്രിൻസ്ലി സ്റ്റേറ്റും നോമിനേറ്റഡ് ബൈ പ്രിൻസസും 296 ഇലക്ടഡ് മെമ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത്. രാജേന്ദ്ര പ്രസാദാണ് കാണുന്നത്, പടത്തിൽ കാണുന്നത്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായിരുന്ന ഫ്രാങ്ക് ആന്റണിയാണ്. പാഴ്സി മെമ്പറായി ഉണ്ടായിരുന്നത് SP മോദിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായിരുന്ന കുറച്ച് മെമ്പേഴ്സിൻ്റെ പടങ്ങളാണ് ഇവിടെ കാണുന്നത്. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോക്കുന്നതായിരിക്കും. ഈ പേരുകൾ ഓർത്തിരിക്കുക. ആരൊക്കെയായിരുന്നു പ്രമുഖരായ കുറച്ച് ആൾക്കാരുടെ പേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സിൻ്റെ പടങ്ങളാണ് ഈ കാണുന്നത്. അല്ലാടി കൃഷ്ണ അയ്യർ, BR അംബേദ്കർ, RM മുൻഷി എന്നിവർ. വനിതാ അംഗങ്ങളായിട്ട് സരോജിനി നായിഡുവും വിജയലക്ഷ്മി പണ്ഡിറ്റുമാണ് ഉണ്ടായിരുന്നത്. പ്രസിഡന്റ് നേരത്തെ കാണിച്ച പോലെ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ്. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓർത്തിരിക്കുക, ചെയർമാൻ അംബേദ്കറും പ്രസിഡന്റ്
രാജേന്ദ്ര പ്രസാദുമാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ പ്രസിഡന്റും കൂടിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത് 8 മെമ്പേഴ്സ് ആയിട്ടാണ്. അണ്ടർ ചെയർമാൻ ഓഫ് BR അംബേദ്കർ. കമ്മിറ്റിയുടെ ഉദ്ദേശങ്ങളും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ആയത് ഫെബ്രുവരി 1948 ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറാണ് ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ പദവി നൽകിയത്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക, അതിൻ്റെ എല്ലാ വകുപ്പുകളും സംയോജിതമായി മാത്രമായ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കൈമാറിയത്. വിവിധ സമിതികൾ ഉണ്ടായിരുന്നു. വിവിധ സമിതികൾ ചില പ്രധാന സമിതികളാണ് യൂണിയൻ പവർ കമ്മിറ്റി, ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രൊവിഷണൽ പവർ കമ്മിറ്റി, ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ചെയർമാൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഭരണഘടനയുടെ ഉത്ഭവം 2 വർഷവും 11 മാസവും 18 ദിവസവും നീണ്ട ചർച്ചകളുടെയും ഫലമായി 1949 നവംബർ 26 ഭരണഘടനാ സഭ ഭരണഘടനയെ അംഗീകരിച്ചത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം തന്നെ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനങ്ങളും അവസാനിച്ചു. സുപ്രധാന നിയമങ്ങളും വ്യവസ്ഥകളും അടക്കം അടിസ്ഥാന അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്, ഒരു സംയുക്ത നിയമവ്യവസ്ഥ, കേന്ദ്ര സംസ്ഥാന ബന്ധം, ഫെഡറൽ റിലേഷൻഷിപ്പ്, ഐക്യദാർഢ്യം, അഖണ്ഡതയും ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ എന്നിവ ഉണ്ടായിരുന്നു. പരിഷ്കാരങ്ങളും പുതുക്കലും 1950 ഭരണഘടനയുടെ വ്യവസ്ഥകൾ കാലത്തിനനുസരിച്ച് മാറ്റാൻ വേണ്ടി അമെൻമെന്റുകൾ ചെയ്യാനുള്ള പ്രൊവിഷനുകളും ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. ഈ ഡേറ്റ് ഓർത്തിരിക്കുക. Indian Constitution was made on 26 November 1949. Constitution was enforced on 26 January 1949.